ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഇൻ ദി എക്സ്പാൻസീവ് പ്ലെയിനിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്? എർത്തിന്റെ സർഫസിൽ കാണപ്പെടുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? അപ്പൊ എർത്തിന്റെ സർഫസിൽ കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് ലോഫ്റ്റി മൗണ്ടെയിൻസ്, അതുപോലെ തന്നെ സ്കോർച്ചിങ് ഡെസേർട്സ്, വാലീസ്, പ്ലാറ്റ്യൂസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ലോഫ്റ്റി മൗണ്ടെയിൻസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, സ്കോർച്ചിങ് ഡെസേർട്സ് ആൻഡ് വാലീസ് are the various types of landforms on the surface of the earth. Question: what is alluvium? Alluvium പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് കൊണ്ടുവരുന്ന സിൽറ്റ്, സാൻഡ്, ഗ്രേവൽ ഉൾപ്പെടെയുള്ള റിമെയിൻസിനെയാണ് അലൂവിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: അലൂവിയം is the debris including silt, sand and gravel brought by rivers. Question: where is രാജസ്ഥാൻ പ്ലെയിൻ located? രാജസ്ഥാൻ പ്ലെയിന് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡിലാണ് രാജസ്ഥാൻ പ്ലെയിന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the Rajasthan plain is located at the westernmost end of the North Indian plain. Question: what are the alternative names for Brahmaputra plain? ബ്രഹ്മപുത്ര പ്ലെയിന് പറയുന്ന മറ്റ് ഓൾട്ടർനേറ്റീവ് നെയിംസ് ഏതൊക്കെയാണ്? ഇപ്പൊ ബ്രഹ്മപുത്ര പ്ലെയിന് നമ്മൾ ബ്രഹ്മപുത്ര വാലി, ആസാം പ്ലെയിൻ എന്നിവയൊക്കെ മറ്റു പേരുകളായിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the Brahmaputra plain is also known as Brahmaputra Valley, Assam Valley and Assam Plain. Question: what are the major tributaries of Brahmaputra river? Brahmaputra riverന്റെ മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഇപ്പൊ ബ്രഹ്മപുത്ര റിവറിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ടീസ്റ്റ, മാനസ്, ലോഹിത് ആൻഡ് ദിബാങ് are the major tributaries of the Brahmaputra river. Question: when does the cold weather season occur in the North Indian plain? North Indian plainനകത്ത് എപ്പോഴാണ് കോൾഡ് വെതർ സീസൺ ഒക്കർ ചെയ്യുന്നത്? ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കോൾഡ് വെതർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിന്റെ മിഡിലോട് കൂടിയാണ്. അതിൽ വന്നിട്ട് ഡിസംബറും ജനുവരിയും ആയിരിക്കും ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള മന്ത്സ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the cold weather season starts by mid-November with December and January being the coldest months. Question: what are the factors affecting the diversity in natural vegetation? നാച്ചുറൽ വെജിറ്റേഷന്റെ ഡൈവേഴ്സിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ നാച്ചുറൽ വെജിറ്റേഷന്റെ ഡൈവേഴ്സിറ്റിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടോപ്പോഗ്രാഫി, നേച്ചർ ഓഫ് ദി സോയിൽ, ക്ലൈമറ്റ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ടോപ്പോഗ്രാഫി, ക്ലൈമറ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി സോയിൽ ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദി ഡൈവേഴ്സിറ്റി ഇൻ നാച്ചുറൽ വെജിറ്റേഷൻ. ക്വസ്റ്റ്യൻ: what are the major species of the tropical deciduous forest? ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണ്? അപ്പൊ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ടീക്ക്, സിഷം, ആംല, സാൻഡൽവുഡ്, അതുപോലെ സാല്, മഹുവ എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ടീക്ക്, സാൽ, സിഷം, മഹുവ, ആംല ആൻഡ് സാൻഡൽവുഡ് are the main species of the tropical deciduous forest. Question: what are the natural boundaries of Brahmaputra plain? ബ്രഹ്മപുത്ര പ്ലെയിനിൽ വരുന്ന നാച്ചുറൽ ബൗണ്ടറീസ് ഏതൊക്കെയാണ്? ഇപ്പൊ ബ്രഹ്മപുത്ര പ്ലെയിന് കുറെ നാച്ചുറൽ ബൗണ്ടറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർത്തിലുള്ള ഈസ്റ്റേൺ ഹിമാലയ, അതുപോലെ ഈസ്റ്റിലുള്ള പട്കായി നാഗ ഹിൽസ്, പിന്നെ വന്നിട്ട് ഗരോ കാസി ജൈനിറ്റ ഹിൽസ്, മീക്കർ ഹിൽസ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the eastern Himalaya in the north, the Patkai Naga hills in the east, the Garokasi Jaintia hills and Maker hills in the south, and the lower Ganga plain serves as the natural boundaries of Brahmaputra plain. Question: what are the supportive features of the Indo-Gangetic Brahmaputra plain for agriculture?
ഇൻഡോ ഗാങ്റ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിൽ വരുന്ന അഗ്രികൾച്ചറിന് ആവശ്യമുള്ള സപ്പോർട്ടീവ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇൻഡോ ഗാങ്റ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിൽ അഗ്രികൾച്ചർ വളരെ സപ്പോർട്ടീവ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ സോയിലാണ്, അതുപോലെ തന്നെ ധാരാളം വാട്ടർ സപ്ലൈ ലഭിക്കുന്നുണ്ട്, പിന്നെ ക്ലൈമറ്റ് വന്നിട്ട് വളരെ ഫേവറബിൾ ആണ്, അതോടൊപ്പം ഫ്ലാറ്റ് ടോപ്പോഗ്രാഫിയാണ് ഈ ഒരു റീജിയനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഫെർട്ടൈൽ സോയിൽ, അഡ്വക്കേറ്റ് വാട്ടർ സപ്ലൈ, ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി മേക്സ് ദിസ് റീജിയൻ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: Name the different regions of the Ganga Plain based on geographical features. Geographical features ന്റെ അടിസ്ഥാനത്തിൽ ഗംഗ പ്ലെയിനിൽ വരുന്ന ഡിഫറെന്റ് റീജിയൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഗംഗ പ്ലെയിനെ 3 റീജിയൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ ഗംഗ പ്ലെയിൻ, മിഡിൽ ഗംഗ പ്ലെയിൻ, ലോവർ ഗംഗ പ്ലെയിൻ എന്നിവയാണ് ആ 3 റീജിയൻസ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The Ganga Plain has been divided into 3 regions such as Upper Ganga Plain, Middle Ganga Plain and Lower Ganga Plain. Question: What are the 3 zones of the North Indian Plain based on the geomorphic features? Geomorphic features ന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വരുന്ന 3 സോണുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ജിയോമോർഫിക് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ 3 ഡിഫറെന്റ് സോൺ ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാബർ, ടെറായി, അലൂവിയൽ പ്ലെയിൻസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Based on its geomorphic features, the North Indian plain can be divided into 3 different zones. From north to south, these zones are named as Babar, Tarai and alluvial plains. Question: Where is the red soil found? Why is it red? എവിടെയാണ് റെഡ് സോയിൽ കാണപ്പെടുന്നത്? അത് എന്തുകൊണ്ടാണ് റെഡ് കളർ ആയിരിക്കുന്നത്? ഇപ്പൊ റെഡ് സോയിൽ വന്നിട്ട് മിഡിൽ ഗംഗ പ്ലെയിനിന്റെ സദേൺ പാർട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ റെഡ് കളർ ആവാൻ കാരണം എന്താ വെച്ചാൽ അതിനകത്ത് അയണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The red soil is found in the southern part of the middle Ganga plain. The presence of iron in the soil makes it red. Question: What is the significance of the name Punjab? Punjab എന്ന പേരിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? പഞ്ചാബ് റീജിയൻ ഫോം ചെയ്തത് 5 റിവേഴ്സിൽ നിന്നുള്ള സെഡിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ മൂലമാണ്. 5 റിവേഴ്സ് എന്ന് പറയുന്നത് സത്ലജ്, ചേനാബ്, രവി, ബീസ്, ജലം എന്നിവയൊക്കെയാണ്. അതുകൊണ്ടാണ് പഞ്ചാബിന് ഈ ഒരു പേര് വന്നത്. പഞ്ചാബിന്റെ അർത്ഥം ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: Punjab region is primarily formed by the deposition of sediments carried by 5 rivers such as Satluj, Jhelum, Chenab, Ravi and Beas. Hence the name Punjab, meaning land of 5 rivers. Question: Write a short note on the alluvial plain zone of the North Indian plain. North Indian plainൽ വരുന്ന alluvial plain zone കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. അലൂവിയൽ പ്ലെയിൻ സോൺ എന്ന് പറയുന്നത് പുതിയതും പഴയതുമായിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് ഉൾപ്പെടുത്തുന്ന ഒരു ബെൽറ്റാണ്. പുതിയ ഡെപ്പോസിറ്റ്സിനെ ഖാദർ എന്നും അതുപോലെ തന്നെ പഴയ അലൂവിയം ഡെപ്പോസിറ്റ്സിനെ ബാങ്കർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സോൺ വന്നിട്ട് ടെറായി സോണിന്റെ സൗത്തിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Alluvial plain zone is a belt consisting of older and newer alluvium deposit. This lies to the south of the Terai zone. The older alluvium deposits are called as the Bangar and the newer ones are called as the Khadar. The riverine islands, sandbars, deltas, braided streams, meanders and oxbow lakes are the prominent features. Question: What factors contributed to the evolution of fertile plain? Fertile plain evolution contribute ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹിമാലയാസിലും അതുപോലെ പെനിൻസുലർ റിവേഴ്സിലൊക്കെ വരുന്ന സെഡിമെന്റ്സിന്റെ ഡിപ്പോസിഷൻ മൂലമാണ് പ്ലെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്.
അപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു കണ്ടിന്യൂസ് ഡിപ്പോസിഷൻ നടക്കുന്നതാണ് ഫെർട്ടൈൽ പ്ലെയിനിന്റെ എവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: sediments carried by rivers from both the Himalayas and peninsular India were deposited in this expansive depression, forming the plain. Over millions of years, continuous deposition contributed to the evolution of this fertile plain. Question: write a short note on hot weather season. Hot weather season ne kurichittu oru short note ezhudam. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഹോട്ട് വെതർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് മുതലാണ്. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെയാണ് ഹോട്ട് സമ്മർ സീസൺ എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വന്നിട്ട് 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. മെയിലും ജൂണിലും രാജസ്ഥാൻ ഡെസേർട്ടിൽ നിന്നും ലൂ പറഞ്ഞൊരു വിൻഡ് വീശാറുണ്ട്. ഈ ഒരു കാറ്റ് വന്നിട്ട് ടെമ്പറേച്ചറിനെ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈവനിങ് ആകുമ്പോൾ ഡസ്റ്റ് സ്റ്റോം കാരണം ലൈറ്റ് ആയിട്ടുള്ള റെയിൻ അനുഭവപ്പെടാറുണ്ട്. അത് ഈ ചൂടിൽ നിന്നും ഒരു റിലീഫ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ടെമ്പറേച്ചർ സ്റ്റാർട്ട് ടു ഇൻക്രീസ് ബൈ മാർച്ച് ആൻഡ് ഏപ്രിൽ. മെയ് ആൻഡ് ജൂൺ ആർ ഹോട്ട് സമ്മർ. The temperature can rise to 48 degrees Celsius in the western part. In May and June, the hot, dry wind called Loo blows from the Rajasthan deserts, increasing the temperature further. Evening dust storms are very common that bring light rain, providing some relief. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ: Describe the geographical features of Indo-Gangetic Brahmaputra Plain. Indo-Gangetic Brahmaputra Plainന്റെ geographical featuresനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. Indo-Gangetic Brahmaputra Plain പറയുന്നത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ആണ്. ഇത് വന്നിട്ട് ഇൻഡസ് റിവർ മുതൽ ഗംഗ റിവർ വരെയാണ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് നോർത്തില് ശിവാലിക് റേഞ്ചസും അതുപോലെ സൗത്തില് പെൻസിലർ പ്ലാറ്റ്യൂ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Indo-Gangetic Brahmaputra Plain is the world's largest alluvial plain and spread about 3,200 km from the mouth of the Indus River to the Ganga River. It covers 2,400 km in India and varies in width from 150 km to 300 km. Bordered by the Shivalik ranges in the north and the irregular edges of the peninsular plateau in the south. The plain covers approximately 7 lakh square kilometers. Question: What are alluvial fans? Alluvial fans പറഞ്ഞാൽ എന്താണ്? മൗണ്ടൻ റീജിയൻസിൽ നിന്നും ഫ്ലോ ചെയ്ത് വരുന്ന റിവേഴ്സ് ഫ്ലാറ്റർ ലാൻഡിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സ് വന്നിട്ട് ഒരു ഫാൻ ഷേപ്പിലായിരിക്കും അവിടെ ഡെപ്പോസിറ്റ് ആവാം. അതുകൊണ്ട് തന്നെ ഇതിനെ അലൂവിയൽ ഫാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Alluvial fans are fan-shaped deposits of sediment that form when rivers from mountain regions enter flatter land. As the stream slows down, the larger particles settle. These sediments spread out in a fan shape, creating an alluvial fan. Question: Describe floodplains. ഫ്ലഡ്പ്ലെയിൻസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഫ്ലഡ് സമയത്ത് റിവേഴ്സ് വന്നിട്ട് അവർ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന അലൂവിയം വന്നിട്ട് റിവർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ കുറച്ച് പ്ലെയിൻസ് ഫോം ചെയ്യും. ഇതുപോലത്തുള്ള ഫെർട്ടൈൽ പ്ലെയിൻസിനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: During floods, the alluvium brought by rivers get deposited along the banks of a river. Such fertile plains formed are called flood plains. Many famous river valley civilizations in the world had flourished along such flood plains. Question: What is October heat?
ഒക്ടോബർ ഹീറ്റ് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇന്ത്യയിൽ ഒക്ടോബർ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹോട്ടും അതുപോലെ ഒപ്രസീവ് ആയിട്ടുള്ള വെതറിനെയാണ് ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റൻസ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ ആണ് അനുഭവപ്പെടുന്നത്. ഇത് വന്നിട്ട് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ആൻസർ: October heat refers to the hot and oppressive weather experienced in parts of India during October. This period follows the northeast monsoon season, and due to the retreat of monsoon clouds, there is a clear sky and intense solar radiation, leading to high temperatures and humidity. Question: Write a short note on natural vegetation of tropical thorn forest. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിലെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് സൗത്ത് വെസ്റ്റ് പഞ്ചാബില്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശിലൊക്കെയാണ്. ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കാണുന്ന ഷ്രബ്സ് അല്ലെങ്കിൽ ഗ്രാസസ് എന്ന് പറയുന്നത് ബബൂല്, ബേർ, അതുപോലെ തന്നെ നീം, കയർ, പാലാസ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Tropical thorn forests are common in the semi-arid areas of southwest Punjab, Haryana, Rajasthan, and Uttar Pradesh. These forests have various grasses and shrubs including babool, bear, wild date palm, khair, neem, gajri, and palas. In some areas, tussocky grass grows up to 2 meters tall as undergrowth. Question: What are the major reasons for the excessive cold weather season in the North Indian Plain? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്ന കോൾഡ് വെതർ സീസണിന്റെ റീസൺസ് ഏതൊക്കെയാണ്? ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കോൾഡ് വെതർ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിന്റെ മിഡിലോട് കൂടിയാണ്. ഡിസംബറും ജനുവരിയാണ് ഇവിടുത്തെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള 2 മന്തുകൾ. അപ്പൊ ഇതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഒക്കെ ഓഷ്യൻസിൽ നിന്നും വളരെ ദൂരമായതുകൊണ്ട്. പിന്നെ വരുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ റേഞ്ചസിൽ നിന്നുള്ള സ്നോഫാൾ ആണ്. ഇത് വന്നിട്ട് കോൾഡ് വേവ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ഹെമിസ്ഫിയറിലോട്ട് സണ്ണിന്റെ മൂവ്മെന്റും കോൾഡ് കണ്ടീഷന് കാരണമാകുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ നമുക്ക് വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: കോൾഡ് വെതർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്റ്റാർട്ട്സ് ബൈ മിഡ് നവംബർ and December and January are the coldest. Most of the North Indian Plain is far from the moderating influence of the oceans, resulting to a continental climate. Snowfall in the nearby Himalayan ranges creates strong cold waves. Cold winds from West Asia bring frost, fog, and cold waves. The sun's movement from the northern to southern hemisphere increases the cold conditions. The North Indian Plain gets a slight rainfall in this season. Question: Describe the Southwest Monsoon season. Southwest Monsoon season ne kurichittu describe cheyyuka. മാർച്ച് സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയും നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ മേലെ ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ലോ പ്രഷർ ഏരിയ വന്നിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസിനെ അട്രാക്ട് ചെയ്യുകയും അതിന്റെ റിസൾട്ട് ആയിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലൊക്കെ ഹെവി റെയിൻഫോൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബൈ മാർച്ച് ടെമ്പറേച്ചർ ഇൻക്രീസസ് റാപ്പിഡ്ലി ആൻഡ് എ ലോ പ്രഷർ ഏരിയസ് ഡെവലപ്ഡ് ഓവർ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ദിസ് ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് എ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോസിംഗ് ഹെവി റെയിൻഫോൾ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: What are the different branches through which the southwest monsoon winds enter the Indian subcontinent? ഏതൊക്കെ വേസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻ്റർ ചെയ്യുന്നത്? ഇപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ 2 ബ്രാഞ്ചസ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അതിൽ ഒന്ന് വന്നിട്ട് അറേബ്യൻ സീ ബ്രാഞ്ചും മറ്റേത് വന്നിട്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചാണ്. അപ്പൊ അറേബ്യൻ സീ ബ്രാഞ്ചിൽ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ വെസ്റ്റേൺ കോസ്റ്റിലൂടെയാണ് ഈ ഒരു ബ്രാഞ്ച് എൻ്റർ ആവുന്നത്. അതേസമയം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വന്നിട്ട് സുന്ദർബാൻ ഡെൽറ്റ റീജിയന്റെ ഈസ്റ്റേൺ സൈഡിലൂടെയാണ് എൻ്റർ ആവുന്നത്.
ഇത് ഈസ്റ്റേൺ സൈഡിലൂടെ എൻ്റർ ചെയ്തിട്ട് 2 സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബ്രാഞ്ച് ഈസ്റ്റ് വാർഡ് മൂവ് ചെയ്യുന്നു, മറ്റൊരു ബ്രാഞ്ച് വന്നിട്ട് വെസ്റ്റ് വാർഡിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദി അറേബ്യൻ സീ ബ്രാഞ്ച്. This branch enters through the western coast of North Indian Plain, causing rainfall. The Bay of Bengal branch. This branch enters through the Sundarbans Delta region from eastern side and gets divided into 2 branches. One branch moves eastward into the Brahmaputra plain, causing rainfall. The other branch moves westward along the Ganga plain, causing rainfall in West Bengal, Bihar, Uttar Pradesh, Delhi, and continues westward. Later, it merges with the Arabian Sea branch in the Punjab plain, causing foothills of the western Himalayas. Question: Describe the northeast monsoon season briefly. Northeast monsoon season കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. സണ്ണ് വന്നിട്ട് സദേൺ ഹെമിസ്ഫിയറിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ മേലെ അനുഭവപ്പെടുന്ന ലോ പ്രഷർ ഏരിയ വന്നിട്ട് സൗത്ത് വാർഡിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പൊ അവിടെ ഒരു ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും നോർത്ത് ഇന്ത്യൻ പ്ലെയിനകത്ത് ഫോം ചെയ്യുന്നത്. ഇത് വന്നിട്ട് കാറ്റുകളിനെ ഇന്ത്യൻ ഓഷ്യനിലോട്ട് ബ്ലോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഡ്രൈ വിൻസ്, അതായത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഡ്രൈ വിൻസിനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: As the sun moves towards the southern hemisphere, the low pressure area over the North Indian plains shifts southward. A high pressure area forms over the North Indian plain, causing winds to blow towards the Indian Ocean. These dry winds from the northeast characterize the northeast monsoon season. Question: Write a short note on alluvial soils of the North Indian plain. നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന അലൂവിയൽ സോയിൽസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. അലൂവിയൽ സോയിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ മാത്രമല്ല രാജസ്ഥാനിലും അതുപോലെ ഗുജറാത്ത് പ്ലെയിൻസിലൊക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു സോയിൽ വന്നിട്ട് അഗ്രികൾച്ചറിന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഹൈലി സ്യൂട്ടബിൾ ആണ്. ഇപ്പൊ ഗംഗാ പ്ലെയിനിൽ വന്നിട്ട് ഈ ഒരു സോയിലിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാദറും പിന്നെ ഒന്ന് ബാംഗറും ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കൊന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Alluvial soil is highly suitable for agriculture. Alluvial soil ranging from sandy loam to clay is widespread in the North Indian plain. It is also found in parts of Rajasthan and extensively in Gujarat's plain. In the Ganga plain, 2 main types of alluvial soil present are called Khadar and Bangar. The soil in the lower and middle Ganga plains and the Brahmaputra valley is richer in loam and clay. Question: Describe swamp forest briefly. Swamp forest ne kurichittu describe ചെയ്യുക. Swamp forest എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് കാണുന്നത് രാജസ്ഥാനിലുള്ള സലൈൻ ഏരിയാസിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ലേക്സിലും പിന്നെ ഗംഗാ പ്ലെയിനിലുള്ള ഫ്രഷ് വാട്ടർ മാർഷസിലും പിന്നെ ബ്രഹ്മപുത്രയിലുള്ള ഫ്ലഡ് പ്ലെയിൻസിലും പിന്നെ ഡെൽറ്റക് റീജിയൻ സുന്ദർബാൻസിലുള്ള ഡെൽറ്റക് റീജിയൻസിലൊക്കെയാണ്. ഇവിടെയുള്ള മെയിൻ നാച്ചുറൽ വെജിറ്റേഷൻസ് എന്ന് പറയുന്നത് മാംഗ്രോവ്സ് ആണ്. അതുപോലെ അക്വാട്ടിക് സ്പീഷീസ്, ഫിഷസ് പോലത്തെ അക്വാട്ടിക് സ്പീഷീസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബേർഡ് സ്പീഷീസ് കാണാം. അതുപോലെ തന്നെ റോയൽ ബംഗാൾ ടൈഗർ ഒക്കെ നമുക്ക് ഈ ഒരു സ്വാമ്പ് ഫോറസ്റ്റിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Swamp forests are the natural vegetation found in the saline areas of Rajasthan, around freshwater lakes, the freshwater marshes of the Ganga plain, the flood plains of the Brahmaputra, and in the deltaic region of Sundarbans. The main natural vegetation includes mangroves like Sundri, aquatic species like fishes, species of bird, and the Royal Bengal tiger. Question: Write a short notes on different cropping seasons of North Indian plain. What are the major crops cultivated in each cropping season? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അതോടൊപ്പം തന്നെ ആ ഒരു ഓരോ ക്രോപ്പിംഗ് സീസണിനകത്തും കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിന് ഏതൊക്കെയാണെന്നും മെൻഷൻ ചെയ്യാം. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയുന്നത് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഖാരിഫ്, പിന്നെ റാബി, പിന്നെ സെയ്ദാണ്. അല്ലെ ഖാരിഫ് വന്നിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വരുന്നത്. അതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് പറയുന്നത് റൈസ്, കോട്ടൺ, ജൂട്ട്, ബാജ്ര എന്നിവയൊക്കെയാണ്. പിന്നെ വരുന്ന റാബിയാണ്. റാബി വന്നിട്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ആ സീസൺ വരുന്നത്.
അപ്പോൾ ഈ ഒരു സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്, ബാർലി എന്നിവയൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ സീസൺ പറയുന്നത് സെയ്താണ്. അപ്പോൾ ഇത് വന്നിട്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഈ ഒരു സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് പറയുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോഡർ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The three major cropping seasons of the North Indian plain are Kharif, Rabi and Zaid. Kharif from June to September, rice, cotton, jute, bajra, tar are Kharif crops. Rabi from October to March, wheat, gram, mustard, barley are Rabi crops. Zaid from April to June, vegetables, fruits and fodder are Zaid crops. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.